മിന്നൽ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ മിന്നൽ സർവീസുമായി കെഎസ്ആർടിസി. ദീർഘദൂര യാത്രകൾ പരിമിത സമയത്തിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്ത് യാത്രക്കാരെ എത്തിക്കുക എന്നതാണ് പുതിയ മിന്നൽ ബസ്സുകളുടെ ലക്ഷ്യം. ഇത്തരത്തിലുള്ള പുതിയ പദ്ധതികളിലൂടെ ഒരു വർഷത്തിനകം കെഎസ്ആർടിസിയെ കരകയറ്റുമെന്ന് മിന്നൽ ബസ് സർവീസുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗതാഗത മന്ത്രി തോമസ് ചാണ്ടി പറഞ്ഞു. മിന്നൽ സർവീസ് എന്നാൽ അമിത വേഗത എന്നല്ല, സാഹചര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിയും സ്റ്റോപ്പുകൾ പരിമിതപ്പെടുത്തിയും എത്രയും വേഗം ലക്ഷ്യത്തിലെത്തുക എന്നതാണ് പുതിയ സർവീസിലൂടെ കെഎസ്ആർടിസി ഉദ്ദേശിക്കുന്നത്. ബൈപ്പാസുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി 6 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം കാസർഗോഡ് യാത്ര സാധ്യമാകുമെന്നാണ് കെഎസ്ആർടിസിയുടെ വാദം. ഇത്തരത്തിലുള്ള 23 ബസ്സുകളാണ് പുതുതായി നിരത്തിലിറങ്ങിയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ബൈപ്പാസ്, നൈറ്റ് റൈഡർ, മിന്നൽ സർവീസുകളിൽ അമിത ടിക്കറ്റ് ചാർജില്ല. ഇത്തരത്തിലുള്ള പുതിയ പദ്ധതികളിലൂടെ കെഎസ്ആർടിസിയെ ഒരു വർഷത്തിന് ലാഭത്തിലാക്കുമെന്ന് ഗതാഗത മന്ത്രി തോമസ് ചാണ്ടി പറഞ്ഞു. ഈ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെ ഒരു വർഷത്തിനകം നഷ്ടത്തിൽ നിന്ന് കയറിയേറ്റുകയും കെഎസ്ആർടിസിയും ഇവിടുത്തെ പൊതുഗതാഗത രംഗവും കുറ്റമറ്റതാക്കി തീർക്കുന്ന ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. റെയിൽവേ സർവീസുകൾക്ക് സമാന്തരമായി മണിക്കൂറുകൾ മിനിറ്റുകളാക്കി മുന്നേറുക എന്നതാണ് മിന്നൽ സർവീസുകളുടെയും ആശയം. തിരുവനന്തപുരത്തു നിന്നും പ്രധാനമായി 8 ഇടങ്ങളിലേക്കാണ് സർവീസുകൾ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.